ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെ ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഇപ്പോൾ കരയാക്രമണവും ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെയാണ് ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തിയത്. ഇപ്പോഴിതാ കരയാക്രമണവും ആരംഭിച്ചു. ഗാസയിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ അന്തിമ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിലാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത്. എന്നിരുന്നാലും ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചുവെന്ന് പറഞ്ഞ് പൊടുന്നനെയാണ് ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തിയത്. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ കരയാക്രമണത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. മധ്യതെക്കൻ ഗാസയിലെ പ്രത്യേക സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് കരയാക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന പ്രഖ്യാപിച്ചു. പ്രധാന മേഖലകളുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയാണെന്നും ഇസ്രായേൽ പറഞ്ഞു. വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ ഗാസയിൽ തൊടുത്തുവിട്ട വ്യോമാക്രമണത്തിൽ 400-ലധികം പേരുടെ മരണത്തിനാണ് ഇടയാക്കിയത്. വ്യോമാക്രമണത്തിന്റെ പിറ്റേന്ന് തന്നെ ഇസ്രായേൽ കരയാക്രമണങ്ങളും നടത്തി. ഇത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പറയുന്നത്, സുരക്ഷാ മേഖല വികസിപ്പിക്കുന്നതിനും ബഫർ സോൺ സൃഷ്ടിക്കുന്നതിനുമായി മധ്യതെക്കൻ ഗാസയിൽ തങ്ങൾ കരയാക്രമണം ആരംഭിച്ചുവെന്നാണ്. നെറ്റ്സാരിം ഇടനാഴിയുടെ മധ്യഭാഗം തങ്ങളുടെ സൈന്യം തിരിച്ചുപിടിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു. ഗാസയെ വടക്കും തെക്കും ഭാഗങ്ങളായി വിഭജിക്കുന്ന പ്രധാന റോഡായ നെറ്റ്സാരിം ഇടനാഴിയുടെ ഭൂരിഭാഗവും സൈന്യം പിടിച്ചെടുത്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. പ്രത്യേകിച്ച് സലാവുദ്ദീൻ റോഡ് സൈന്യം പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട്. മറുവശത്ത് ഇസ്രായേൽ തെക്കൻ ഗാസ അതിർത്തിയിലും തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിനായി നെറ്റ്സാരിം ഇടനാഴിക്ക് പിന്നാലെ തെക്കൻ ഗാസ അതിർത്തിയിലും ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കുന്നതിനായി ഗാസയിലെ ഭീകര സംഘടനകൾക്കെതിരെ ഇസ്രായേൽ സൈന്യം തുടർന്നും പോരാടുമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തുടർച്ചയായി വിസമ്മതിക്കുകയും മധ്യസ്ഥ നിർദ്ദേശങ്ങൾ നിരസിക്കുകയും ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ആരോപിച്ചു. എന്നിരുന്നാലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ ലംഘിച്ച് നിരുത്തരവാദപരവും ഏകപക്ഷീയവുമായ നടപടികളിലൂടെ ബന്ദികളെ അപകടത്തിലാക്കിയതായി ഹമാസ് ആരോപിച്ചു. ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനാൽ യുദ്ധം തുടരുന്നു. ഹിസ്ബുള്ള നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ പെട്ടെന്ന് പറന്നുയർന്നു. അതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഹമാസിന് അന്ത്യശാസനം നൽകി. ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഗാസയിലെ ജനങ്ങളെ, ഇത് നിങ്ങളുടെ അവസാന മുന്നറിയിപ്പെന്നാണ്. US പ്രസിഡന്റിന്റെ ഉപദേശം കേൾക്കുക, ബന്ദികളെ തിരികെ കൊണ്ടുവരിക, ഹമാസിനെ നിങ്ങളുടെ മണ്ണിൽ നിന്ന് നീക്കം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയൂ.